ആദ്യം തന്നെ നമ്മൾ ഉത്തർപ്രദേശിലേക്കാണ് പോകുന്നത്. ഏറെ വേദനിപ്പിക്കുന്ന ഞെട്ടിക്കുന്ന സംഭവമാണ് അവിടെ നിന്നും വരുന്നത്. ഉത്തർപ്രദേശിലെ ഝാൻസി ജില്ലയിലുള്ള മഹാറാണി ലക്ഷ്മിബായ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ 10 നവജാത ശിശുക്കൾ മരിച്ചു എന്ന വാർത്തകളാണ് വരുന്നത്. 16 കുഞ്ഞുങ്ങളുടെ നില അതീവ ഗുരുതരമായിട്ട് തുടരുന്നു. ഇന്നലെ രാത്രി 10:45 നവജാത ശിശുക്കളുടെ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് തീപിടുത്തമുണ്ടായതെന്ന് അധികൃതർ അറിയിക്കുന്നു. വിശദാംശമായി ന്യൂസ് ഡെസ്കിൽ നിന്നും വിഷ്ണുപ്രിയയാണ് ചേരുന്നത്. വിഷ്ണുപ്രിയ, ഏറെ വേദനിപ്പിക്കുന്ന വാർത്തയായിട്ടാണ് നമ്മൾ ഗുഡ് മോർണിംഗ് കേരളം തുടങ്ങുന്നത് തന്നെ. ഉത്തർപ്രദേശിലെ ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ 10 നവജാത ശിശുക്കളാണ് മരിച്ചിരിക്കുന്നത്. ഏറെ വേദനിപ്പിക്കുന്ന സംഭവം. എന്താണ് അതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ? അധികൃതർ എന്താണ് പറയുന്നത്? ഇത്തരത്തിൽ വലിയൊരു അപകടമുണ്ടാകാനുള്ള കാരണം എന്താണ്? പ്രിയ, ഇന്നലെ രാത്രി 10:45 ഈ സംഭവം നടന്നത്. അതിദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഝാൻസിയിലെ മഹാറാണി ലക്ഷ്മിബായ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് 10 നവജാത ശിശുക്കളുടെ മരണത്തിനിടയാക്കിയ സംഭവം ഉണ്ടായത്. ഷോർട്ട് സർക്യൂട്ടാണ് പ്രാഥമിക വിവരമെന്നാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നത്. പ്രസവ പരിചരണ വിഭാഗത്തിനടുത്തുള്ള NICU കേന്ദ്രത്തിലാണ് ഇത് ഉണ്ടായത്. ഇത് ആദ്യം തന്നെ അറിഞ്ഞത് കുട്ടികളുടെ മാതാപിതാക്കളാണ്. അറിഞ്ഞിട്ട് ആദ്യം തന്നെ ഇത് പുറത്തറിയിച്ചത്. തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ടാണെന്ന് പറയുമ്പോഴും ആശുപത്രിയിൽ അതിനായ സജ്ജീകരണങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇനിയും മരണസംഖ്യ ഉയരാൻ, അതായത് ഏകദേശം 37 പരം കുട്ടികളെ രക്ഷപ്പെടുത്തിയിരുന്നു. ഇനിയും മരണസംഖ്യ ഉയരാൻ സാധ്യത ഏറെ ഉണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട ഒരുപാട് ക്രമക്കേടുകൾ ഇതിനു മുമ്പും പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഈ ആശുപത്രിയിൽ മതിയായ സജ്ജീകരണങ്ങൾ ഇല്ല എന്നത് ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനു മുമ്പും പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ സംഭവം, അതായത് നവജാത ശിശുക്കളുടെ മരണത്തിനിടയാക്കി ഈ സംഭവം നടന്നതിന് പിന്നിൽ ഒരുപാട് പ്രതിഷേധമാണ് ഇപ്പോൾ ആശുപത്രിയിൽ നടക്കുന്നത്. ഇന്നലെ രാത്രി 10:45 ഈ സംഭവം നടന്നത്. ഇന്നലെ രാത്രി അത് പ്രതിഷേധം എന്ന് പറയുന്നത്, ഇന്നലെ കുട്ടികൾ മരിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ അവിടെ വലിയ പ്രതിഷേധമാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴും ആ പ്രതിഷേധം അവിടെ തുടരുകയാണ്. ഈ പ്രതിഷേധത്തെ തുടർന്ന് ആശുപത്രിയിൽ ഇല്ലാഞ്ഞ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം. വൻ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. മരണപ്പെട്ട എല്ലാ കുഞ്ഞുങ്ങളും, ഏറ്റവും വലിയ ദുഃഖം എന്താണെന്ന് വെച്ചാൽ മരണപ്പെട്ട എല്ലാ കുഞ്ഞുങ്ങളും വളരെ പാവപ്പെട്ട കുടുംബത്തിൽ ഉള്ളവരാണ് എന്നാണ് പറയുന്നത്. യോഗി ആദിത്യനാഥ് സർക്കാർ എത്രയും പെട്ടെന്ന് വിശദമായ അന്വേഷണ റിപ്പോർട്ട് നൽകണമെന്നാവശ്യപ്പെട്ട് ഇപ്പോൾ ഉത്തരവിട്ടിട്ടുണ്ട്. ഈ നടപടികളൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞാലും ജനങ്ങളുടെ ഭാഗത്തു നിന്നും വളരെ പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്. കാരണം 10 നവജാത ശിശുക്കളാണ് മരിച്ചത്. ഇപ്പോഴും 16 പരം കുട്ടികൾ ഗുരുതരാവസ്ഥയിൽ, അതീവ ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ തുടരുകയാണ്. ഏകദേശം 10 മണിയോടെ നമുക്ക് പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ട് കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രതിഷേധത്തെ തുടർന്ന് എല്ലാം സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തീപിടുത്തം ഉണ്ടായത് ആദ്യം അറിയിച്ചത് കുട്ടികളുടെ മാതാപിതാക്കൾ തന്നെയാണ്. NICയിലെ പുകമഞ്ഞ് നിറഞ്ഞ ജനൽ തള്ളി അകത്ത് കയറിയാണ് കുട്ടികളെ രക്ഷപ്പെടുത്തിയ ഇത് നടന്നത്. 12 മണിക്കൂറിനുള്ളിൽ മറുപടി നൽകണമെന്ന് അതുപോലെ ഝാൻസി ഡിവിഷൻ കമ്മീഷണറും അതുപോലെ തന്നെ മേഖലാ ഡെപ്യൂട്ടി IG എന്നിവർക്ക് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ 10 നവജാത ശിശുക്കൾ എന്ന് പറയുന്നത് ഏറ്റവും വലിയ അനാസ്ഥയാണ്. അതായത് ഉത്തർപ്രദേശിലെ ഝാൻസി മഹാറാണി ലക്ഷ്മിബായ് മെഡിക്കൽ കോളേജിലെ ഏറ്റവും നമുക്ക് പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറത്തേക്കുള്ളൊരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നാടും എല്ലാം ഇപ്പം വളരെ അതീവ ഗുരുതരാവസ്ഥയിലൂടെ, അതായത് ദുഃഖകരമായ ഒരു രീതിയിലാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഇനിയും കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ഇപ്പം പ്രതിഷേധത്തെ തുടർന്ന് വലിയ പ്രശ്നങ്ങളാണ് ഇപ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്നത്. 10 നവജാത ശിശുക്കളാണ് പ്രിയ ഇപ്പോൾ അവിടെ മരിച്ചിരിക്കുന്നത്. 16 പേര് ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ തുടരുകയാണ്. വിഷ്ണുപ്രിയ, ഏറെ വേദനിപ്പിക്കുന്ന ഒരു സംഭവം. ഇത്തരത്തിൽ നിരന്തരം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉത്തരേന്ത്യയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഈ തീപിടുത്തം സംബന്ധിച്ച് വ്യക്തമായ രീതിയിൽ ഉള്ള ക്രമീകരണങ്ങൾ ആശുപത്രി സംവിധാനങ്ങൾക്കില്ലാത്തത് വലിയ പരാതിക്കും ഇടയാക്കിയിട്ടുള്ള നേരത്തെയും റിപ്പോർട്ടുകൾ പുറത്തു വന്ന ഒരു സാഹചര്യം ഉണ്ട്. 40-ലധികം അല്ലെങ്കിൽ 40-നടുത്ത് കുട്ടികൾ ഈ ICUയിൽ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ ക്രമക്കേട്, ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ വലിയ രീതിയിൽ പ്രതിഷേധങ്ങളും ഉയരുന്നുണ്ട്. ആശുപത്രി അധികൃതരുടെ വിശദീകരണം അത് എത്രത്തോളം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതാണോ? ഒപ്പം തന്നെ ഈ ഗുരുതരാവസ്ഥയിലുള്ള കുഞ്ഞുങ്ങൾ, അവരുടെ കാര്യം കൂടി എങ്ങനെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്? അവരുടെ ആരോഗ്യനില തൃപ്തികരമാണോ അതോ മറ്റെന്തെങ്കിലും റിപ്പോർട്ടുകൾ ഇത് സംബന്ധിച്ച് പുറത്തു വരുന്നുണ്ടോ?
പ്രിയ, ഈ അഗ്നിശമന ഉപകരണങ്ങൾ ഇല്ലാത്തതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് തന്നെ പറയാം. കാരണം ആശുപത്രിയിൽ അഗ്നിശമന ഉപകരണങ്ങളില്ല, അതുകൊണ്ടാണ് ഇത്രയും വലിയ അപകടം ഉണ്ടായത്. ഇപ്പോൾ ബാക്കി പരിക്കേറ്റ കുട്ടികൾക്ക് ഭരണകൂടത്തിന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവർക്ക് ആവശ്യമായ സഹായങ്ങൾ, ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണമെന്ന് ഇപ്പോൾ യോഗി ആദിത്യനാഥ് സർക്കാർ പറയുന്നുണ്ട്. ഇപ്പോൾ അവരുടെ അവസ്ഥ എന്ന് വെച്ചാൽ വളരെ ദയനീയമാണ്. കാരണം ഏകദേശം 40-ലടുത്ത് കുട്ടികളാണ് ആ സമയത്ത് തീപിടുത്തമുണ്ടായപ്പോൾ NICയിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതിൽ 10 പേരാണ് ഇപ്പോൾ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ 16 പേരുടെ നില അതീവ ഗുരുതരമായിട്ട് തുടരുകയാണ്. പ്രിയ. ശരി വിഷ്ണുപ്രിയ, ഉത്തർപ്രദേശിലെ ഝാൻസി ജില്ലയിലുള്ള മഹാറാണി ലക്ഷ്മിബായ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് തീപിടുത്തമുണ്ടായത്. 10 നവജാത ശിശുക്കൾ ഈ തീപിടുത്തത്തിൽ മരിച്ചു. ഏറെ വേദനിപ്പിക്കുന്ന സംഭവം എന്ന് ആവർത്തിച്ച് പറയേണ്ടിയിരിക്കുന്നു. 10 കുഞ്ഞുങ്ങളാണ് മരിച്ചത്. 16 കുഞ്ഞുങ്ങളുടെ നില അതീവ ഗുരുതരമാണ് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഷോർട്ട് സർക്യൂട്ടാണ് കാരണം എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും എന്താണ് കാരണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഒരു പ്രശ്നത്തിന് നിരന്തരം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഉത്തരേന്ത്യയിൽ നിന്നും, അതിനൊരു പരിഹാരം എന്താണ് ഉണ്ടാകാത്തത് എന്നതൊക്കെ ഒരു വലിയ ചോദ്യമായി നിൽക്കുകയാണ്. ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ എന്തായാലും അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് സർക്കാർ എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ വിവരങ്ങളും ഉടൻ തന്നെ പുറത്തുവരും. ഏതാണ്ട് 10 മണിയോടുകൂടി വിശദമായ വിവരങ്ങൾ പുറത്തുവരും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിഷ്ണുപ്രിയയാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.